ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കോളേജ് വ്ളോഗാണ്. ആക്ച്വലി ഞാനിത് റമദാൻ്റെ മുന്നേ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അന്ന് നമുക്ക് കോളേജിൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാനിതാ ചായ കുടിച്ചിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് ചായക്ക് ദോശയും അതുപോലെ തന്നെ ചെറുപയർ എന്തോ കറിയായിരുന്നു. രാവിലെ പിന്നെ എത്രയൊക്കെ ടൈം ഉണ്ടെങ്കിലും ചായ കുടിക്കാൻ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. അതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ എന്താ ചായ കുടിച്ചിട്ട് പിന്നെ ഞാനെന്താ ടിഫിൻ ബോക്സിൽ ഫുഡൊക്കെ ആക്കിയിട്ട് ബാഗിലാക്കിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഞാനൊരു 7:30 7:45 ആ ടൈമിലാണ് കേട്ടോ ഇറങ്ങാറ്. നമ്മൾ അവിടുന്ന് കുറച്ചുണ്ട് കോളേജിൻ്റെ അവിടേക്ക്. അപ്പോൾ പിന്നെ നമ്മൾ ബസ്സൊക്കെ കയറി എത്തുമ്പോഴേക്കും എന്തായാലും 9 മണിയൊക്കെ ആവും. അപ്പോൾ അതേ ബസ് സ്റ്റോപ്പിലേക്ക് ഞാൻ സ്കൂട്ടിമിലാട്ടോ വരാറ്. അങ്ങനെ സ്കൂട്ടിമ വന്നിട്ട് പിന്നെ 2 ബസ് എനിക്ക് കയറണം, എന്നിട്ടാണ് കോളേജിൽ ചങ്ങരംകുളത്ത് നിന്ന് കേട്ടോ ബസ് കയറാറ്. പിന്നെ ബസ്സിൽ നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ അവിടുന്ന് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ പഠിക്കുന്നത് അൻസാർ വുമൻസ് കോളേജിലാണ് കേട്ടോ, പെരുമ്പിലാവിലുള്ളത്. അങ്ങനെ നമ്മൾ കോളേജിലെത്തി. ഞാൻ പറഞ്ഞല്ലോ പ്രോഗ്രാം ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളെ ക്ലാസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ പ്രോഗ്രാംസൊക്കെ നടക്കാറ്. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും വന്നതിന് ശേഷം പിന്നെ ക്യാൻറ്റീനിലൊക്കെ ഒന്ന് പോയി. ക്യാൻറ്റീന് പിന്നെ നമ്മൾ വിസിറ്റ് ചെയ്യൽ മസ്റ്റാണ് കേട്ടോ. അത് നമ്മൾ എത്ര ഫുഡൊക്കെ കഴിച്ച് വന്നാലും അതെ, ക്യാൻറ്റീന് മസ്റ്റാണ്. അപ്പോൾ പിന്നെ ഞാനും ഹിബിയും കൂടി പോയിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ച് പിന്നെ നമ്മളെന്താ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ MC ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഫിലിം ഫെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒന്ന് ഫിലിമും കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലേ ചെയ്ത് തരുന്നുണ്ട്. രജീബൊക്കെ വരാനായിക്കണ്. ഇവിടെ എന്താ സോങ് കിട്ടിട്ടുണ്ട്, അപ്പോൾ പ്രോഗ്രാം നമ്മുടെ ആടുജീവിതം ഫിലിമിന് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ മറ്റേ നജീബ് സാറൊക്കെ വരുന്നുണ്ട്. ചിലതൊക്കെ ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ നജീബൊക്കെ വരുന്നുണ്ട്. ഇത് ഇവിടെ എത്തിയിട്ടില്ല, ഇന്നലെ രാത്രി വന്നിട്ടുണ്ട്. സ്റ്റേ ആണെന്നാ പറഞ്ഞത്, ഇവിടെ കാണാനില്ല. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ഫിലിം ഉണ്ട്. ലാപ്പെട്ട ലേഡീസ് ഫിലിം. വേറൊരു സെലിബ്രിറ്റി ഇൻഫ്ലുവൻസർ അങ്ങനെ പിന്നെ നമ്മളെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ലാഗായി ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം നമ്മളവിടെ ഇരുന്നിട്ട് ഒക്കെയാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെ ഗസ്റ്റ് പിന്നെ വേറെ ഏതോ ഒരു ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല ആരാന്നുള്ളത്. കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണല്ലോ. അങ്ങനെ പിന്നെ നമ്മളെ നജീബ് സാർ പിന്നെ ഗസ്റ്റൊക്കെ വന്ന് അവരുടെ കുറച്ച് പ്രസംഗം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവളുടെ ലൈഫ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. രക്ഷപ്പെടുത്താനും പിന്നെ കരഞ്ഞ് മൂന്നാമത്തെ ദിവസം ഈ അടി പേടിച്ച് എന്തായാലും അള്ളാഹുവിനെയൊക്കെ വിളിച്ച് നമ്മളെ ഫിലിമിലും ബുക്കിലൊന്നും ഉള്ള പോലത്തെ സ്റ്റോറി അല്ല കേട്ടോ. അതിൽ നിന്നും ഒരുപാട് ചേഞ്ചസൊക്കെ ഉണ്ടായിട്ടുണ്ട് ആളുടെ ലൈഫ് സ്റ്റോറി. പ്രോഗ്രാം കഴിയാൻ ഏകദേശം ഉച്ച ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ക്ലാസ്സിൽ കയറിയിരുന്ന് നമ്മളെല്ലാവരും കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പാടെ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോ കൈകളാവും വരിക. അത് ലഞ്ച് ബോക്സ് തുറന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും പാടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമുക്കൊരു 2 മണി ടൈമിലായിരുന്നു കേട്ടോ നമുക്ക് ഫിലിമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ ഫിലിം ആടുജീവിതമായിരുന്നു. നമുക്കങ്ങനെ 2-3 ദിവസമായിട്ട് ഫിലിമുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും പാടെ ഫിലിമിന് കയറി. അന്ന് അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കോൺഫറൻസ് ഹാളിലാണ് നമുക്ക് ഫിലിമൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ പിറ്റേ ദിവസം നമുക്ക് തല്ലുമാല ഫിലിം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും പാടെ അതിനും കയറി. പിറ്റേ ദിവസമായിരുന്നു ഏറ്റവും കൂടുതൽ ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ ഫിലിം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഫിലിമൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ ലാസ്റ്റ് പീരീഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്യാൻറ്റീനിൽ പോയി. നമ്മൾ ഇന്ന് സ്കൂൾ ക്യാൻറ്റീനിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് കോളേജിലും അതുപോലെ തന്നെ സ്കൂളിലുമായിട്ട് ക്യാൻറ്റീൻ ഉണ്ട്. ഇതിപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ പോയിട്ട് ഷവർമയും അതുപോലെ തന്നെ സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ.
അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഇനിയും കോളേജ് വ്ളോഗ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക.